ഗൈസ്, ഞാനിപ്പോൾ നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലാണ് കേട്ടോ. ഞാനിവിടെ ഇന്നലെ രാത്രി എത്തിയതാണ്. 3 ദിവസത്തെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം എത്തിയതാണ് ഇവിടെ. ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പോകണമെന്നൊന്നും. അപ്പോൾ ഞങ്ങളിത് നമ്മുടെ സാറാസ് ബാക്ക് പാക്കേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലാണ്. ഇവിടെ ഞാൻ പല തവണ വരുമ്പോൾ ഞാൻ ഇവിടെ റൂം എടുക്കാം, കാരണം റൂമിനൊക്കെ വളരെ കമ്മിയാണ്, പൈസ വളരെ കുറവാണ്. പിന്നെ ഞാനിപ്പോൾ ഇവിടുന്ന് നേരെ പോകുന്നത് നമ്മുടെ സ്വയംഭൂനാഥ് ടെമ്പിൾ ഉണ്ട്, നമ്മുടെ യോധയൊക്കെ ഷൂട്ട് ചെയ്ത സിനിമയിലെ അവിടെ ആ ലൊക്കേഷനിൽ. അതുപോലെ തന്നെ ഇവിടെ പശുപതിനാഥ് ടെമ്പിൾ ഉണ്ട്. അതിലൊന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ഇവിടെ ശനിയാഴ്ചയാണ് ഹോളിഡേ. ഇവിടെ വെള്ളിയാഴ്ച നൈറ്റ് ലൈഫ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി ഇന്നത്തെ ദിവസം നൈറ്റ് അവിടെ എനിക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്യും. അതിൻ്റെ വീഡിയോ ഒക്കെ കുറേ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ സ്വയംഭൂനാഥ് ടെമ്പിളിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മുടെ ഇതാണ് ഹോട്ടല്. വലിയ ഹോട്ടലാണ്, നല്ല ഹൈറ്റൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ സ്വയംഭൂനാഥ് ടെമ്പിളിലേക്ക് പോകാം. ഇവിടുന്ന് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പോകണം. ഇവിടുന്ന് 1 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് ടാക്സി വിളിച്ച് വേണമെങ്കിൽ പോകാം, പക്ഷേ അത് അങ്ങനെ പോകുന്നില്ല. ഞാൻ നടന്ന് വൈബ് ആസ്വദിച്ചൊക്കെയാണ് പോകുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ബസ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ബാക്കി ഡീറ്റെയിൽ ഒക്കെ ഞാൻ വരുന്ന വഴി കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നല്ല വെയിലാണെങ്കിലും കാലാവസ്ഥ നല്ല അടിപൊളിയാണ് കേട്ടോ. അത്യാവശ്യം തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആ വെയിലിൻ്റെ ആ ഒരു ഇത് നമുക്ക് എഫക്റ്റ് കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ സ്വയംഭൂനാഥിലേക്കുള്ള ബസ് കയറിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഇവിടെ ഒരു സംഭവം കാണിച്ചു തരാം. ആടിനൊക്കെ എൻ്റെ കയറ്റിയാൽ കണ്ടത്. ഗൈസ്, അങ്ങനെ ഞാൻ എന്താ സ്വയംഭൂനാഥ് ടെമ്പിളിന്റെ മുമ്പിൽ എത്തിട്ടാ. ഈ കാണുന്നുണ്ട് സ്വയംഭൂനാഥ്. അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ അകത്തേക്ക് കയറാം. ഇതിനെ സ്വയംഭൂനാഥ് ടെമ്പിൾ എന്നല്ലാതെ മങ്കി ടെമ്പിൾ എന്നും പറയപ്പെടുന്നുണ്ട്, കാരണം ഇവിടെ മങ്കികളുടെ എണ്ണം കൂടുതലുള്ളതുകൊണ്ട് മങ്കി ടെമ്പിൾ എന്ന് അറിയപ്പെടുന്നുണ്ട്. ബസ്സൊക്കെ വന്ന് പാർക്ക് ചെയ്യുന്നത് അവിടെ ഉണ്ട്. ഇതിന്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയാനായിട്ട് ഇത് കാണുന്നതാണ്. ഇതാണ് എൻ്റെ മെയിൻ എൻട്രൻസ്. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ 3 സ്തൂപങ്ങളെ കാണാട്ടോ. നേപ്പാളിലെ കാഠ്മണ്ഡു താഴ്വരയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കുന്നിൻ്റെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ഒരു ബുദ്ധമത ക്ഷേത്രമാണ് കേട്ടോ ഈ കാണുന്നത്. ഈ കാണുന്ന പ്രതിമ ഉണ്ടല്ലോ, അത് ശാക്യമുനി ബുദ്ധൻ ഉൾപ്പെടെ 3 കൂറ്റൻ സ്വർണ്ണ പ്രതിമകളാണ്. 67 അടി ഉയരമാണ് ഇതിനുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ അകത്തേക്കൊന്ന് കയറാം. ഹായ്, ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അതിൽ ഊതി വീഴുമ്പോൾ ശബ്ദം വരുന്നൊരു സംഭവം ഇട്ടത്. ഇത് സംഭവിച്ചാൽ അതിൽ ഊതി കഴിഞ്ഞ ശബ്ദം കേൾക്കുക, എന്തോ ഒരു
പ്രാർത്ഥനയുടെ ഭാഗമുണ്ട്. അതുപോലെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ സൗണ്ട് വരാനായിട്ട് നോക്കണുണ്ട്. ഈ ചേച്ചിക്ക് ശരിക്കും അറിയാട്ടോ. ഇവിടെ വന്നതിൽ ഇപ്പൊ ആ ചേച്ചിക്ക് മാത്രമേ ഊതാൻ അറിയുള്ളൂ കേട്ടോ. ഇവരൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. നടപടി ആവണില്ല. കാറ്റ് മാത്രമേ വരുന്നുള്ളൂ. കാറ്റ് മാത്രമേ പോണുള്ളൂ. ഇവിടെ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇവര് മാത്രമേ ഉള്ളൂ. എന്തോ വേറെ സ്റ്റൈലുണ്ട്. കൈ ഫിംഗർ വെക്കാൻ എന്തോ സ്റ്റൈലുണ്ട്. കണ്ടോ? എന്തായാലും സംഭവം കൊള്ളാം. ആ ഊതുന്നത് അത് എല്ലാവർക്കും ഒന്നും ശബ്ദം എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, നടപടി ആവുന്നില്ല. നമ്മുടെ ഏറ് മാത്രം ആ ശബ്ദം മാത്രമേ വരുന്നുള്ളൂ. എന്തോ സ്റ്റൈലുണ്ട് ഊതുന്നതിന്. അതെന്തോ പ്രാർത്ഥനയുടെ ഭാഗമാണെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇപ്പൊ വരുന്നവരൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. ഒന്നും ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു പയ്യനോട് ചെയ്യുന്നുണ്ട്, അവന് റെഡി ആവുന്നുണ്ട്. എന്തായാലും ഞാനൊന്ന് ഊതി നോക്കാം. രക്ഷ റെഡി ആവില്ല. അതാ ഓ കുറേ നേരം ട്രൈ ചെയ്തിട്ട് ഇപ്പോഴാണ് റെഡി ആയത്. അപ്പൊ ഗൈസ്, ഇനി അടുത്ത് നമ്മൾ പോകുന്നത് നമ്മുടെ യോധ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ഉണ്ട്, അങ്ങോട്ടേക്കാണ് കേട്ടോ. അതിവിടെ അല്ല, ഇവിടെ തൊട്ട് മേളിലായിട്ടാണ്, ആ ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പൊ എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേണം പോകാനായിട്ട്. ഇതുവഴിയാണ് നമുക്ക് ആ യോധ ഷൂട്ട് ചെയ്ത സ്ഥലത്തേക്ക് പോകേണ്ടത്. ഇപ്പൊ ലേഡീസിനായിട്ട് ഒരുപാട് ബാഗ് കളക്ഷൻ ഉണ്ട് ഇവിടെ, ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ഈ കച്ചവടക്കാരിൽ കൂടുതലും സ്ത്രീകളാണ് ഇരിക്കുന്നത്. പുരുഷന്മാർ വളരെ കുറവാണ്. കൂടുതലും സ്ത്രീകളാണ് അവിടെ കച്ചവടക്കാർ. ഗോൾഡ് കവറിങ്ങിന്റെ മാല, കമ്മലൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ. പലതരത്തിലുള്ള പേഴ്സുകൾ. ഇവിടെ ഫുള്ള് നമ്മളല്ല, സ്ത്രീകളാണ് കൂടുതലും. ചെറുപ്പക്കാർ, സ്ത്രീകളാണ് കൂടുതലും. നമ്മൾ ഇതുവഴി വന്നു കഴിഞ്ഞാൽ ഇതാ ഇതുവഴിയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. നമ്മളെ ആ യോധ ഷൂട്ട് ചെയ്ത സ്ഥലത്തേക്ക്. ഇവിടെ നിന്ന് കുറച്ചുകൂടി നടക്കാനുണ്ട്. അപ്പൊ ഇവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. ഈ കാണുന്ന സ്റ്റെപ്പ് ഫുള്ള് കയറി ഏറ്റവും മേളിൽ ചെല്ലണം. അവിടെ നിന്ന് താഴത്തേക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് പോകുമ്പോൾ നമ്മളെ യോധ ഷൂട്ട് ചെയ്ത സ്ഥലമുള്ളത്. ഈ കാണുന്നത് എന്താണെന്ന് മനസ്സിലായത് നിങ്ങൾക്ക്? ഇത് വേറൊന്നുമില്ല, ചെറിയൊരു കുളം മാതിരിയാണ്. അതിലൊക്കെ ആള് പൈസ ഇട്ടണം കേട്ടോ. ഇതും ഒരു പ്രാർത്ഥനയുടെ ഭാഗമാണ് കേട്ടോ. അപ്പം നമ്മൾ സദക്കൊക്കെ കൊടുക്കൂലേ, അല്ലെങ്കിൽ അമ്പലത്തിൽ കാണിക്കൊക്കെ ഇടില്ലേ, അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചെയ്യുന്നുണ്ടത്. ആളുകൾ ചില്ലറകൾ മാത്രമല്ല കേട്ടോ, നോട്ടുകളൊക്കെ ഇടുന്നുണ്ട്. ഇതുവഴി നേരെ ഉണ്ട് നമുക്ക് നമ്മുടെ സ്വയംഭൂനാഥ് സ്തൂപത്തിൻ്റെ അങ്ങോട്ട് പോകാനുള്ള വഴി. ഇവിടെ റെസ്റ്റ് എടുക്കാനുള്ള സെറ്റപ്പ് കണ്ടിട്ടാ. നമുക്കങ്ങനെ പതിയെ ഈ കാണുന്ന സ്റ്റെപ്പുകളൊക്കെ ചവിട്ടി മുകളിലേക്ക് കയറാം. ഈ സ്റ്റെപ്പൊക്കെ കയറി നിൽക്കുന്ന ഒരു പരിധിയാവും. നമ്മളിങ്ങനെ കയറി കഴിയുമ്പോൾ ഇവിടെ ഒരു ബുദ്ധൻ്റെ പ്രതിമ ഉണ്ട് കേട്ടോ.
നമ്മൾ ഈ മുകളിലേക്ക് കയറി വരുമ്പോഴല്ലേ നല്ല മനോഹരമായിട്ട് കൊത്തുപണി ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിനെ കാണാൻ പറ്റൂട്ടാ. വളരെ ശ്രദ്ധിച്ചുണ്ട് അദ്ദേഹം ആ കൊത്തുപണിയൊക്കെ ചെയ്യുന്നത്. ഈ കാണുന്നൊക്കെ ചെയ്തേക്കുന്നതാ ഈ പുള്ളിയാണ് കേട്ടോ. ഈ കാണുന്ന കൊത്തുവർക്കിലൊക്കെ ചെയ്തേക്കുന്നത് ഇദ്ദേഹമാണ്. നമ്മൾ ഇവിടുന്ന് മുകളിലേക്ക് കയറിയതിനനുസരിച്ച് ഒരുപാട് ബിംബങ്ങൾ കാണാൻ പറ്റൂട്ടോ. അതുപോലെ അതിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ സ്വയംഭൂനാഥ് സ്തൂപം. നല്ല ഹൈറ്റാണ് കേട്ടോ അത്. ഈ കാണുന്ന പ്രതിഷ്ഠകൾക്ക് ഇടയിലൂടെ പോകാൻ നേരത്ത് വലതുവശത്തായിട്ട് കണ്ടോ ഒരുപാട് നേപ്പാളിൻ്റെ ഫോട്ടോസൊക്കെ അവിടെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം കച്ചവടത്തിനായിട്ട് വെച്ചാണ് കേട്ടോ. അത് നല്ല റേറ്റാണ് കേട്ടോ. 5-ാം നൂറ്റാണ്ടിൽ പണി തീർത്താണ് കേട്ടോ ഈ സ്തൂപം. ലോക ചരിത്രത്തിൽ വെച്ചിട്ട് ഏറ്റവും പഴക്കം ചെന്ന സ്തൂപമാണ് ഈ കാണുന്നത്. ഈ സ്തൂപത്തിനോട് ചേർന്ന് സൈഡിലായിട്ട് ചെറിയ ഷെഡ് കണ്ട. അതിൻ്റെ അകത്ത് എപ്പോഴും ഭജനപരമായിട്ടുള്ള സംഭവങ്ങൾ പാട്ടൊക്കെ പാടി എന്തൊക്കെയോ അവരുടെ രീതിയിലുള്ള ആ ഒരു പ്രാർത്ഥന കേട്ട് അവർ അവിടെ ഇതിൽ മുഴുങ്ങിയിരിക്കുകയാണ് കേട്ടോ. നമുക്കത് കാണാൻ കഴിയും. ഈ കാണുന്നതിന് പ്രയർ വീൽ എന്നാണ് അറിയപ്പെടുന്നത്. ഈ പ്രയർ വീൽ ഇങ്ങനെ കറക്കണനുസരിച്ച് നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നതാണ് അറിയപ്പെടുന്നത്. ഒരുപാട് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എല്ലാവരും ഇത് കറക്കിയിട്ടാണ് ഇവിടുന്ന് പോകാറ്. അതുപോലെ തന്നെ നമുക്ക് നേരെ പോകുമ്പോൾ തന്നെ നല്ല അടിപൊളി ഒരു വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. സ്പോട്ട് എല്ലാവരും ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു സ്ഥലം കൂടിയാണ് അത്. ഈ കാഠ്മണ്ഡു സിറ്റി ഇരിക്കുന്നത് ചുറ്റും മലകൾക്ക് ഇടയിലാണ് കേട്ടോ. അതായത് കാഠ്മണ്ഡു നിന്ന് നോക്കി കഴിഞ്ഞാൽ ചുറ്റിനും മല കാണാൻ പറ്റും. അപ്പം ഇനി നമ്മൾ പോകണം എങ്ങോട്ടാണെന്ന് അറിയോ? നമ്മൾ യോധ ഷൂട്ട് ചെയ്ത സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന സ്റ്റെപ്പ് വഴിയാണ് കേട്ടോ പോകേണ്ടത്. ഇത് 365ഓളം സ്റ്റെപ്പുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് എൻഡിലാണ് നമ്മളെ യോധ ഷൂട്ട് ചെയ്തേക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് കേട്ടോ. ഗൈസ് ഫൈനലി അങ്ങനെ നമ്മളിതാ യോധ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിൽ എത്തിയിട്ടാ. അപ്പോൾ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഉണ്ടാ. ഞാൻ അതാ കാണിച്ചു തരാം. നമ്മുടെ ലാലേട്ടനും നമ്മുടെ ജഗതിയൊക്കെ കൂടി അർമാന്തിച്ച ഒരു ഏരിയ ഉണ്ടത് ഗൈസ്. അപ്പം ഇതാണ് യോധ ഷൂട്ട് ചെയ്തത്. അന്നെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്നും തറയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ അതാ ആ കാണുന്ന സ്ഥലത്താണ് നമ്മുടെ മോഹൻലാലും ജഗതിയൊക്കെ ഇരിക്കുന്ന സംഭവം ഷൂട്ട് ചെയ്തത്. ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. കാരണം വർഷങ്ങൾക്ക് ശേഷം ഇതൊക്കെ ഇവിടെ പുതുക്കി കുറേ സ്തൂപങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മെയിൻ റോഡാണത് ആ കാണുന്നത്. ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്. ഇങ്ങോട്ടുള്ള മെയിൻ എൻട്രൻസ് ഇതാണ്. അതായത് ഈ സ്വയംഭൂനാഥ് ഈ ക്ഷേത്രത്തിലേക്കുള്ള മെയിൻ എൻട്രൻസ്. അതുപോലെ ഇവിടെ ഒരു വലിയ പ്രയർ ഹാളുണ്ട്. പ്രയർ വീല്. നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഇതൊക്കെ പിന്നീട് വന്നാണ് കേട്ടോ സംഭവമൊക്കെ. ഇത് അന്നൊന്നും ഉണ്ടായിരുന്നില്ല.
അപ്പോൾ നമ്മുടെ സ്വയംഭൂനാഥ് ടെമ്പിളിൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമ്മുടെ നല്ല അടിപൊളി വീഡിയോസൊക്കെ ഉണ്ടാവും, ട്രാവൽ വ്ളോഗിൻ്റെ ഒക്കെ. അപ്പോൾ എന്താ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തത് നമ്മുടെ പറഞ്ഞത് ഇവിടെ തമിഴിൽ തന്നെ, അതായത് നമ്മുടെ നേപ്പാൾ കാഠ്മണ്ഡുവിൽ തമിഴ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടുത്തെ നൈറ്റ് ലൈഫിൻ്റെ വീഡിയോ ആയിരിക്കും ഇവിടെ തൊട്ടുപുറകെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും അതും ഇതുപോലെ തന്നെ കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ബൈ.